ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഇന്നിതാ ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായി. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ രാവിലെ ഹോസ്പിറ്റലിൽ പോവാണ്, ആലുവ രാജഗിരി. പ്രിസ്ക്രിപ്ഷൻ എടുത്തോ? ഗുളിക എടുത്തോ? ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളികയൊക്കെ 12 മണിക്കാണ് സമയം. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവരിറങ്ങി. കഴിഞ്ഞ ജനുവരി 4-ാം തീയതി ആയിരുന്നു പോയത്. ഇതിപ്പോൾ ഫെബ്രുവരി 4-നാണ് കേട്ടോ. ഫോൺ എടുത്തോ? ഫോൺ അച്ഛൻ പോകുന്നവരിട്ട് ആ പട്ടി നോക്കി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പട്ടിണിയാണോ എന്ന് വിചാരിച്ചു. അച്ഛൻ ഫുഡ് കൊടുക്കുന്ന പട്ടിയാണ് കേട്ടോ അതൊക്കെ. ആകെ സങ്കടപ്പെട്ട് അച്ഛൻ പോകുന്ന കണ്ടിട്ട്. അമ്മയുടെ BP ഒക്കെ ഇപ്പോൾ നോർമലായി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനും കുടുവും റാണിപ്പൂച്ചയായി വീട്ടിൽ. വലിയൊരു പണിയുണ്ട്, പക്ഷെ ഇന്നതെന്തായാലും നടക്കത്തില്ല. എൻ്റെ ചെടികളെല്ലാം റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് അമ്മയും കൂടെ വീട്ടിലുള്ളപ്പോഴേ നടക്കത്തുള്ളൂ. കാരണം ഞാൻ ഈ പണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തൊരു പണി, കാറിൻ്റെ കവറൊന്ന് കഴുകണമെന്നുണ്ടായിരുന്നു. നിറച്ച് പൊടിയാണ്, അകത്തും പുറത്തും ഒക്കെ പൊടിയായി. കാർ എവിടെയെങ്കിലും ഓടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് പൊടി കയറുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ കവർ എടുത്തിടും. അപ്പോൾ അച്ഛൻ പറയാം അങ്ങനെ ചെയ്യരുത്, ഓടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഓൾറെഡി അതിൽ പൊടി കാണും, അപ്പോൾ അതിൻ്റെ മീതെ കഴുകാതെ കവർ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനും അമ്മയും കഴുകാനുള്ള മടിക്ക് കവറങ്ങ് എടുത്തിടും. അപ്പോൾ അതിൻ്റെ അകത്തും എല്ലാം പൊടിയായി. കണ്ട ഭയങ്കരമായിട്ട് പൊടിയാണ് റോട്ടിൽ നിന്ന്. രാവിലെയും വൈകിട്ടും അച്ഛനെ നന്നായിട്ട് നനച്ചു കൊടുക്കും റോഡിൽ, ഇല്ലേ വണ്ടിക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പൊടി കയറും. പിന്നെ കുറച്ച് നേരം കടലാസ് ചെടിയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. ഇന്ന് വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറുമാണ്. ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഞാനും രമേശും കൂടെ പോയി വാങ്ങിച്ചതാണ്. കുറേ നാളായിട്ടത് മേടിക്കണം വിചാരിച്ചിട്ട് മടി കാരണം ഞങ്ങളിങ്ങനെ മേടിക്കാതിരുന്നതാണ്. ഇത്തവണ എന്തായാലും വാങ്ങി. അപ്പോൾ ഇനി അതെല്ലാം കുറേശ്ശെ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പാത്രം കഴുകാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പോയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. ആ മണിപ്ലാന്റ് കഴിഞ്ഞ ദിവസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. ചുമ്മാ ട്രിം ചെയ്തപ്പോൾ അങ്ങനെ ആക്കി വെച്ചു. പിന്നെന്താ, മുട്ടത്തോടുണ്ട്, അതൊന്ന് പൊടിച്ച് വയ്ക്കണം. അത് പാത്രം നിറഞ്ഞു. അപ്പോൾ അമ്മ പൊടിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി. അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് റൂമിൽ കയറിയപ്പം വരാന്തേന്ന് 2 വന്ന് കിടക്കുന്നു. വൈകുന്നേരം അമ്മ ചോറ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആകുമ്പം ചോറിൻ്റെ പണിയൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് ഞങ്ങൾ വിറകടുപ്പിലാണ് വെക്കുന്നത്, ചോറും കുടിക്കാനുള്ള വെള്ളമൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയും വേണ്ട, ഗ്യാസുമ്മ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അമ്മയ്ക്ക് വല്ല അറ്റാക്ക് വരും ഗ്യാസുമ്മ ചോറ് വെച്ച് കഴിഞ്ഞാൽ. അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന സമയത്ത് നല്ല റെസ്റ്റായിരുന്നു, അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പം കിടപ്പിലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനും അച്ഛനായിരുന്നു പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു ചോറ് ഗ്യാസുമ്മ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസമൊക്കെ അമ്മ ക്ഷമിച്ചിട്ടാ. പിന്നെ അമ്മ ഞങ്ങൾ ചോറ് ഗ്യാസുമ്മ വയ്ക്കുന്നതിനുണ്ട് റെസ്റ്റൊക്കെ അവസാനിപ്പിച്ച് എണീറ്റ് വന്നു. അമ്മയ്ക്ക് സഹിച്ചില്ല. നിങ്ങൾ അച്ഛനും മോളും എൻ്റെ ഗ്യാസ് തീർക്കുമെന്നും പറഞ്ഞിട്ട് അമ്മ റെസ്റ്റൊക്കെ അവസാനിപ്പിച്ച് വേഗം പണിക്കിറങ്ങി. അമ്മയ്ക്ക് അത് വിറകടുപ്പിൽ തന്നെ വെക്കണം. വിറകും വേണം, ഗ്യാസും വേണം. ഞങ്ങൾ വഴക്ക് പറയും, ഞാനും അച്ഛനും രമേശൊക്കെ ഗ്യാസുമ്മ തന്നെ വെച്ചാൽ പോരേന്ന്. അപ്പോൾ അമ്മ ഒട്ടും സമ്മതിക്കത്തില്ല.
4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയും വന്നു. അവർ വരുന്നപ്പം വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പിന്നാലെ വന്നതാണ് പട്ടികൾ. ബജ്ജി പരിപ്പ് വട 3 മാസം എനിക്ക് കഴിഞ്ഞിട്ടോ. പാപ്പം മേടിക്കാൻ പോയതല്ല കേട്ടാ, വരുന്ന വഴിക്ക് വാങ്ങിച്ചതാ. അച്ഛനെ കണ്ട സന്തോഷം. ഞങ്ങളുടെ അല്ല കേട്ടാ പട്ടികളൊന്നും. അച്ഛൻ പുറത്ത് പട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവരാണ്. അപ്പോൾ വരുന്ന ശബ്ദം കേട്ടപ്പോൾ വണ്ടിയുടെ കാറിൻ്റെ ഹോണൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് കേട്ടപ്പോൾ വന്നതാ. എല്ലാവർക്കും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു. ഇപ്പം അച്ഛനെ കണ്ടപ്പോൾ സന്തോഷമാണ്. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ പറയായിരുന്നു. ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞേന്ന് പറയായിരുന്നു. പ്രിസ്ക്രിപ്ഷൻ എടുത്തോന്ന് ചോദിച്ചതാ. കഴിഞ്ഞ മാസം പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ മേടിക്കാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് മരുന്ന് മേടിക്കണ്ടേ. അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ടാബ്ലറ്റ്സൊക്കെ വാങ്ങിച്ചത്. അപ്പം ഞാൻ ചോദിക്കുക ഇത്തവണ ഇനി എടുത്തോന്ന് ചോദിച്ചു. അങ്ങനെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ കുറേ മെഡിക്കൽ റെക്കോർഡ്സും ലാബ് റിപ്പോർട്ട്സും പ്രിസ്ക്രിപ്ഷനൊക്കെ ഫയലിലാക്കി വെക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തിടെ കുറേ അടുപ്പിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. ലാബ് റിപ്പോർട്ട്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒതുക്കി ഫയലിലാക്കി വെക്കണമായിരുന്നു. അമ്മ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ പോകണ്ട, ഇനി 3 മാസം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ ഇതെല്ലാം അച്ഛൻ്റെ പരിപാടിയാണ്. ഫയലിലാക്കി ഇങ്ങനെ ഡേറ്റ് അനുസരിച്ച് എല്ലാം ഓർഡറാക്കി വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം അതുപോലെ ഒതുക്കി വെച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ അടക്കി ഒതുക്കി വെക്കുക എന്നുള്ളത്. അമ്മയ്ക്ക് നല്ല മടിയാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും ഇതിങ്ങനെ എല്ലാവർക്കും വെക്കാനും എളുപ്പം എടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫയലിലൊക്കെ സൂക്ഷിക്കുന്നത്, അപ്പോൾ അതുപോലെ ചെയ്തുകൂടെയും ചോദിക്കും അച്ഛൻ. ഇത് അമ്മയുടെ BP എന്നും ചെക്ക് ചെയ്ത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പം ഇത് ഡോക്ടർ തന്ന ചാർട്ടാണ്. അപ്പോൾ ദിവസം രാവിലെ നോക്കി അച്ഛനിങ്ങനെ എഴുതി വെക്കും. അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് മുട്ടത്തോട് പൊടിക്കണം. അപ്പോൾ കുറേ ദിവസം അമ്മ പറയുന്നത് വല്ലാണ്ട് നിറഞ്ഞിരിക്കുന്നു പൊടിച്ചു വെക്കാൻ. അപ്പം ഞാനിങ്ങനെ മടി കാരണം മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നിറയുമ്പോൾ അതിങ്ങനെ ഇടിച്ച് പൂച്ചകളിൽ നിറച്ച് വെക്കാറ് പതിവ്. അത് നിറഞ്ഞു നന്നായിട്ട്. അപ്പോൾ അതൊന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ തവണ വിചാരിക്കും പൊടിക്കാൻ നേരത്ത് മാസ്ക് ഒഴിച്ചിട്ട് ചെയ്യണമെന്ന്. ഭയങ്കര പുക വരും അത് പൊടിക്കുമ്പോൾ. ഞാനിങ്ങനെ വിറകടുപ്പില്ല, അപ്പോൾ അതിൻ്റെ പുറകിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഉണങ്ങിയിരിക്കും. മുന്നേ ഞാൻ വേറെ എവിടെയോ കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ നനഞ്ഞിരുന്നിട്ട് പുഴുവൊക്കെ വന്നു, സ്മെല്ലൊക്കെ വന്നു. ഇപ്പം പിന്നെ ഞാൻ അതിങ്ങനെ വിറകടുപ്പിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ചൂടുകൊണ്ട് ഉണങ്ങിയിരിക്കും. പിന്നെ അതിങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് പൊടിച്ച് വയ്ക്കാറോ ചെയ്യാം. ഫ്ലവറിങ് പ്ലാന്റ്സിനും മണി പ്ലാന്റ് പിന്നെ കറിവേപ്പില അതിനൊക്കെ നല്ലതാണ് കേട്ടോ മുട്ടത്തോട് പൊടിച്ചിടുന്നത്. അങ്ങനെ പിന്നെ വൈകിട്ടത്തെ ഫുഡടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതാ പഠിക്കാൻ കയറി. ഇന്ന് പഠിത്തം അങ്ങനെ കാര്യമായിട്ട് നടന്നില്ല. അപ്പോൾ പഠിക്കണം. ഇനി സെക്രട്ടേറിയറ്റ് എക്സാം വരുന്നുണ്ട്, അതിൻ്റെ പ്രിലിമിനറി എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കണം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് രാത്രി ഒരു 10 തൊട്ട് 11 വരെ. കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഇന്ന് ഒരുവിധപ്പെട്ട പരിപാടികളൊക്കെ ഇന്ന് കഴിഞ്ഞു. കാറിൻ്റെ കവറ് കഴുകാൻ പറ്റിയില്ല, അത് ഞാൻ പിന്നെ ഞങ്ങൾ ചെയ്യാൻ മടിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. റാണിക്കുട്ടി കയറി വന്നു. റാണിക്കുട്ടി ഇന്ന് എൻ്റെ കൂടെ കിടക്കുന്നേന്ന് തോന്നുന്നു. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല അവൾ എൻ്റെ കൂടെ കിടക്കുന്നു. ഞാൻ ഫാൻ ഇട്ടിട്ടാണ് കിടക്കുക. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല മൂക്കടപ്പും. രാത്രി കുറച്ച് നേരം കഴിഞ്ഞാൽ മൂക്കടഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ എനിക്ക് കുത്തിരിക്കുന്ന കാണാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.